കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മൾ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. സോ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഫിനാൻഷ്യൽ അനാലിസിസ്, അതായത് കമ്പാരിറ്റീവ് മോഡൽ, കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മോഡലിൽ അനാലിസിസ് നടത്തുന്നതാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. So it will show the operating result for 2 periods. 2 പീരീഡ്സിലുള്ള നമ്മൾ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ 2 പീരീഡിലുള്ള ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ 2 പീരീഡിലുള്ള ഡാറ്റയെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ കമ്പയർ ചെയ്യുന്ന ഡാറ്റ ബോത്ത് ഇൻ എമൗണ്ട് ആൻഡ് ആസ് വെൽ ആസ് പെർസെൻറ്റേജ്. എമൗണ്ടിലും നമ്മൾ കാണിക്കുന്നത് പേഴ്സൻറ്റേജിലും കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ചെയ്തു. ബാലൻസ് ഷീറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? 2 ഇയറിലുള്ള ഡാറ്റ ഉണ്ടായിരിക്കും. ആദ്യത്തെ ഇയറിലെ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നു. രണ്ടാമത്തെ ഇയറിലെ ഡാറ്റ ആ ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഡിഫറൻസിൻ്റെ പേഴ്സൻറ്റേജ് എത്ര വരുന്നുണ്ടെന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കുന്നു. അതാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിമിലർ വേയിലാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഇറ്റ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ഗ്രോസ് പ്രോഫിറ്റ്. നമുക്കറിയാം ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളതിനെ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണം. ആദ്യം റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ നമുക്കറിയാം, നമ്മൾ ആദ്യം പഠിച്ചു എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യുക. സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പിന്നെ അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുകയും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. സോ ഈ ഒരു സ്റ്റേജ് നമ്മൾ റീഅറേഞ്ച് ചെയ്യും. എന്നിട്ട് ഓരോ ഐറ്റവും സെയിൽസ് എന്നുള്ള ഐറ്റം എടുക്കും. അതിന് നമ്മൾ 2 ഇയറിൽ കമ്പയർ ചെയ്യും. അതിൻ്റെ ഡിഫറൻസ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളത് നോക്കും. അതിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്, പേഴ്സൻറ്റേജ് ഇൻക്രീസ് എത്രയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കും. അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ഡിക്രീസ് എത്രയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കും. അങ്ങനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളൊരു പ്രോബ്ലത്തിലൂടെ എങ്ങനെയാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. From the following information, prepare comparative income statement and comment upon the operative performance result. സോ ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്, ലാക്സിലാണ് തന്നിട്ടുള്ളത്. നോക്കുക, 2018 ഡാറ്റയും 2019 ഡാറ്റയും തന്നിട്ടുണ്ട്. പെർട്ടിക്കുലേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് നെറ്റ് സെയിൽസിൽ 2 ഇയറിലെ ഡാറ്റ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ദെൻ ഓഫീസ് എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസ്. സോ ഇത്രയും ഈ ഒരു കുഞ്ഞു പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഈ റിസൾട്ട് നോക്കുക, ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പോലെ, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ കോളത്തിൽ പെർട്ടിക്കുലേഴ്സ് എഴുതുന്നു, രണ്ടാമത്തെ കോളത്തിൽ ആദ്യത്തെ ഇയർ എഴുതുന്നു, രണ്ടാമത്തെ കോളത്തിൽ നെക്സ്റ്റ് ഇയർ എഴുതുന്നു. ദെൻ അടുത്ത ഹെഡിങ് എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ദെൻ നെക്സ്റ്റ് പേഴ്സൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. അപ്പോൾ ഓരോ ഐറ്റം നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം എടുക്കുക, നെറ്റ് സെയിൽസ് എന്നുള്ള ഐറ്റം എടുത്തിട്ട് അതിൽ 2018 350 ആണ് എമൗണ്ട്, അതുപോലെ 2019 420 ആണ് എമൗണ്ട്. സോ വാട്ട് ഹാപ്പൻ? 2019 ആയപ്പോഴേക്ക് സെയിൽസ് എമൗണ്ട് കൂടി, ഇൻക്രീസ് ചെയ്തു. സോ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് +70 ലാക്സിൻ്റെ ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. സോ എത്രയാണ് പേഴ്സൻറ്റേജ് ഇൻക്രീസ്? എങ്ങനെയാണ് നമ്മൾ പേഴ്സൻറ്റേജ് ഇൻക്രീസ് കാൽക്കുലേറ്റ് ചെയ്യുക? പേഴ്സൻറ്റേജ് ഇൻക്രീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചേഞ്ചസ്, അതായത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, ആ ഡിഫറൻസ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ ഡാറ്റ. ബേസ് ഇയർ ഡാറ്റ എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റത്തെ നെറ്റ് സെയിൽസിൻ്റെ കേസിൽ ബേസ് ഇയർ ഡാറ്റ 350 ആണ്. സോ 70 ഡിവൈഡഡ് ബൈ 350 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 20% വരുന്നു. ഓക്കെ,
സോറി ഓക്കെ 20% വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഈ 20 കിട്ടുന്നത് എങ്ങനെയാണ്? 70 ഡിവൈഡഡ് ബൈ 350 ഇൻറ്റു 100. ഇനി നെക്സ്റ്റ് ഐറ്റം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഇതുപോലെ 240 ആണ് ഫസ്റ്റ് ഇയറിലുള്ള ഡാറ്റ. നെക്സ്റ്റ് ഇയറിൽ 300. ദാറ്റ് മീൻസ് +60 ഇൻക്രീസിങ് ഉണ്ടായിട്ടുണ്ട്. ഈ 60 ഇൻക്രീസിങ് ഉണ്ടായിട്ടുള്ളത് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണെന്നുള്ളത് നോക്കുക എങ്ങനെയാണ്? 60 ഡിവൈഡഡ് ബൈ ബേസ് ഇയർ ഡാറ്റ ആയിട്ടുള്ള 240 ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ നമുക്ക് 25% കിട്ടുന്നു. സോ ഇവിടെ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് എന്നുള്ള സിമ്പൽ ഇടണം, പെർസെൻറ്റേജ് ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് എന്നുള്ള സിമ്പലും ഇടണം. ഓക്കെ, ദ നെക്സ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കേസ് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് അപ്പോൾ 110 എന്നുള്ളത് 120 ആയി. അപ്പോൾ 10%, 10 ലാക്സിൻ്റെ ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ +9.1%. ഇതിന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 30 ഉള്ളത് 36 ആയി, +6 ആണ് ഇൻക്രീസിങ് ഉണ്ടായിട്ടുള്ളത്. അതായത് 20% ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. ദെൻ സെല്ലിംഗ് എക്സ്പെൻസസ് 20 ഉള്ളത് 30 ആയി മാറി. അവിടെ 10 ലാക്സ് ഇൻക്രീസ് വന്നു. ദാറ്റ് ഈസ് 50% ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. ദെൻ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ലാസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുക. 60 ഉള്ളത് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ 54 ആയി. അതായത് എമൗണ്ട് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് അവിടെ ഡിക്രീസ് ആണ്, അതായത് മൈനസ് ഫിഗറാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് എത്രയാണ് ഡിക്രീസ് എന്ന് പറയുന്നത്? 6 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. ദാറ്റ് മീൻസ് -10. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മളുടെ കേസിൽ നെറ്റ് സെയിൽസ് ഇൻക്രീസിങ് ആണ്. ഓക്കെ, നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 350 നിന്ന് 420 ആയി. അതേപോലെ ഗ്രോസ് പ്രോഫിറ്റ് നോക്കുക, 110 നിന്ന് 120 ആയി. ദെൻ എന്തുകൊണ്ടാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60 നിന്ന് 54 ആയിട്ട് കുറഞ്ഞിരിക്കുന്നത്? അതായത് ഇവിടെ നമുക്ക് 10% ഡിക്രീസ് ആണ് 2019 വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എപ്പോഴും നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഒരു ആൻസർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ, ഈ ഒരു ചെറിയ പ്രോബ്ലത്തിൽ നമ്മൾക്ക് എന്തൊക്കെ കൺക്ലൂഷൻസ് കൊണ്ടുവരാൻ പറ്റും? എങ്ങനെയാണ് നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക? ഇൻ്റർപ്രിറ്റേഷൻ വളരെ കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് താഴെ നോക്കാം. Though the sales have been increased by 20% in 2019, gross profit has been decreased by 9%. Why? എന്തുകൊണ്ടാണ് നെറ്റ് സെയിൽസ് 20% ഇൻക്രീസ് ഉണ്ടായിട്ടും ഗ്രോസ് പ്രോഫിറ്റിൽ വെറും 9.1% ഇൻക്രീസിങ് ആണ് ഉണ്ടായിട്ടുള്ളത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? എന്തായിരിക്കും ആ റീസൺ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസസ്. സോ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻക്രീസിങ് ആണ് ഉണ്ടായിട്ടുള്ളത്. എത്ര ഇൻക്രീസിങ് ആണുള്ളത്? 240 ലാക്സ് ഉള്ളത് 300 ലാക്സ് ആയി മാറി. സോ അത്രയും നമ്മളുടെ എക്സ്പെൻസസ് കൂടിയത് കൊണ്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് വെറും 9.1% മാത്രം ഇൻക്രീസിങ് ആയിട്ടുള്ളത്. സെയിൽസ് ഇത്രത്തോളം കൂടിയിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ് നമുക്ക് അത്രത്തോളം കൂടാതിരിക്കാനുള്ള കാരണം എന്താണ്? കോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺക്ലൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് എന്ത് എക്സ്പെൻസസ് ആണ് ഉണ്ടായിട്ടുള്ളത്? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സ്പെൻസസ് ഓഫീസ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ്. ഈ രണ്ട് എക്സ്പെൻസസും നോക്കുക, 20% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. സെല്ലിംഗ് എക്സ്പെൻസസ് 50% ആണ് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. അതായത് അത്രയും നമുക്ക് എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 10% ഡിക്രീസിലേക്ക് വന്നത്. നെഗറ്റീവ് ഫിഗർ ആവാനുള്ള കാരണം അതാണ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇൻ്റർപ്രിറ്റേഷൻ നോക്കി നോക്കുക. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ് ബൈ 32%. ടോട്ടൽ 32% ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്തത്. സോ ദ ഡിക്ലൈൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മേ ബി, ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയാനുള്ള കാരണം ഒന്നുകിൽ എന്തായിരിക്കും? ഓഫീസ് എക്സ്പെൻസസ് കൂടിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സെല്ലിംഗ് എക്സ്പെൻസസ് കൂടിയത് കൊണ്ടായിരിക്കാം. ഓക്കെ, സോ എന്തായാലും നമ്മുടെ ഈ
സോ എന്തായാലും നമുക്ക് നമ്മളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ കുറവാണ് വന്നിരിക്കുന്നത്. സോ ഇത്രയും പിന്നെ ഈ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വെറും നമ്മൾ ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇത് ഇൻറ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ നമുക്ക് അതിനെന്ത് വേണം, എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അതിനെ ഒരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു പവർ വേണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ബേസിക്കായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത്. അതിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളിതിൽ പഠിക്കുന്നില്ല. നിങ്ങൾ +2 മുതൽ പഠിച്ചു വന്നിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് അതിനെ വൃത്തിയിൽ നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം, എല്ലാവരും ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതിന് ഒരേ കറക്റ്റ് ഇൻറ്റർപ്രിറ്റേഷൻ സ്റ്റൈൽ തന്നെ വേണമെന്നൊന്നുമില്ല. അത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് ഇൻറ്റർപ്രിറ്റേഷൻ ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൻ്റെയും കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നമുക്കറിയാം. ഇറ്റ് പ്രൊവൈഡ്സ് നെസസറി ഇൻഫർമേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മൾ ഒരു വർഷത്തെ ഡാറ്റ മാത്രം കിട്ടിയത് കൊണ്ട് നമുക്ക് ഒന്നും ആവില്ല. അതേസമയം ആ വർഷത്തെ ഡാറ്റ നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തറിയാൻ പറ്റുള്ളൂ, അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബിസിനസ്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അപ്വേർഡ് മൂവ്മെൻ്റ് ആണോ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. Okay, so it is very necessary for conducting this type of analysis. The next, it disclose trends in sales, cost and profit. എന്താണ് ട്രെൻഡ് എന്ന് പറയുന്നത്? ട്രെൻഡ് എന്ന് പറയുന്നത് ചേഞ്ചസ്, അതായത് മൂവ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ്സിൻ്റെ മൂവ്മെൻറ്റ്, സെയിൽസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, കോസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, പ്രോഫിറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു സെയിൽസും കോസ്റ്റും ഇൻക്രീസിങ് ട്രെൻഡാണ്, അതേസമയം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ട്രെൻഡാണ്. സോ ആ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യാൻ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, the next one, comparison of various items of different periods can easily be made. ഡിഫറെൻറ്റ് പീരീഡ്സിലുള്ള ഡാറ്റയെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ്, അതിൽ പെടുന്ന ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ്. അതായത് ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ഡാറ്റയെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ യൂസ് ചെയ്യുന്നത്. The next one, it helps to identify weaknesses and take suitable remedial actions. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ പ്രോബ്ലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തൊക്കെയാണ് ആ ഒരു കമ്പനിയുടെ വീക്ക്നെസ് എന്നുള്ളത്. അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ എന്താണ് വീക്ക്നെസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ടുള്ള ഓഫീസ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും കൂടുതലാണ്. അതിൽ സെല്ലിംഗ് എക്സ്പെൻസസിൻ്റെ കേസ് നോക്കുക, 50% ഇൻക്രീസാണ് ഉണ്ടായിട്ടുള്ളത്. 50% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ അത്രയും നമ്മളുടെ കോസ്റ്റ്, കഴിഞ്ഞ വർഷം 10 ലക്ഷം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പം നമുക്ക് 20 ലക്ഷമാണുള്ളത്. സോ അത്രയും ഇൻക്രീസിങ് ഉണ്ടാവാൻ എന്താണ് കാരണം? സോ അതിന് നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ്, വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഓക്കെ, so these are the advantages of comparative financial statement. The next one, limitations of comparative financial statement. എന്തൊക്കെയാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലിമിറ്റേഷൻസ്? ഒന്നാമത്തെ ലിമിറ്റേഷൻ ആണ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൈസ് മൂവ്മെൻറ്റ്, പ്രൈസിൻ്റെ മൂല്യം, അതായത് വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു അസറ്റ് ഒരു 10 വർഷം മുന്നേ വാങ്ങിയിട്ടുള്ള അസറ്റും ഇപ്പോൾ ആ അസറ്റിൻ്റെ വാല്യൂം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പ്രൈസ് ലെവൽ ചേഞ്ചസിനെയൊന്നും നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ആ ഒരു വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയും ബാധിക്കും. നമ്മൾ എന്താണ് ഈ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ചെയ്യുന്നത്? 2 ഇയറിലുള്ള ഡാറ്റയെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്.
പക്ഷേ ഈ 2 ഇയറിലുള്ള ഡാറ്റയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ലെവലിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു കമ്പാരിസൺ അത്ര ഇഫക്റ്റീവ് ആവില്ല. ഓക്കെ, സോ അതിൻ്റെ വ്യത്യാസം അതെന്തായാലും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ. പക്ഷേ പ്രൈസ് ലെവൽ അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്ന് പറയുന്നൊരു അക്കൗണ്ടിങ് ഉണ്ട്. പ്രൈസ് ലെവൽ ചേഞ്ചസും കവർ ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ്ങിൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. സോ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഈ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലും വരും. ദ നെക്സ്റ്റ് ലിമിറ്റേഷൻ പറയുന്നത് ഇഫ് ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ചേഞ്ചസ് ലോസ് വാലിഡിറ്റി. മീൻസ് നമുക്കറിയാം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ചില പ്രിൻസിപ്പിൾസൊക്കെ നമുക്ക് എന്തുണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്. ഏത് മെത്തേഡ് ഫോളോ ചെയ്യണം എന്നുള്ളത് ഓരോ കമ്പനിയുടെ ഡിസിഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഈ വർഷം നമ്മൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്തു, നെക്സ്റ്റ് ഇയറിൽ നമ്മൾ വേറെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്തുണ്ടാകും, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്കത് കമ്പയർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. സോ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, അതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ the last limitation, internal factors like products, manufacturing etc. may be different from those of previous period. Internal factors ആയിട്ടുള്ള നമുക്കിപ്പോൾ ഈ ഡിഫറൻസ് നമ്മൾ 2 വർഷത്തെ ഡാറ്റയെ തമ്മിൽ വ്യത്യാസം മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷേ ആ വ്യത്യാസം ഉണ്ടാവാൻ പല ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ മെഷീനറി നമ്മൾ മാറ്റിയെന്ന് വിചാരിക്കുക, പുതിയൊരു മെഷീനറി വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പെർഫോമൻസ് ഗുഡായിരിക്കും. അതുപോലെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്, മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും റിസൾട്ട് നമുക്ക് വരും. സോ അങ്ങനെയുള്ള ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ടാകും. ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ടായത് കൊണ്ടാവാം ചിലപ്പോൾ ഈ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ആ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനെ ഒന്നും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, അതും ഒരു ലിമിറ്റേഷനാണ്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്ലിയർ?